ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു അപ്ഡേറ്റ്സും കൂടിയാണ്. നിങ്ങൾ മുൻ വീഡിയോയിൽ നിന്ന് അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ലാത്തവര് നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടീച്ചറിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ, എക്സാമിന്റെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ 10. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ സൈറ്റ്, നോർമൽ ആയിട്ടുള്ള apply.in എന്ന് പറയുന്ന സൈറ്റിൽ അല്ലാതെ ഏതെങ്കിലും ഒരു മീൻസ് സോണിൽ കയറിയിട്ട് നോക്കാം. നമ്മുടെ കേരളമായതുകൊണ്ട് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിലിതാ ഇവിടെ കാണാൻ പറ്റും. സെൻട്രലൈസ്ഡ് സ്വയംഭാർ 2024 മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. ജസ്റ്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നോട്ടീസ് റിഗാർഡിംഗ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, വേരിയസ് പോസ്റ്റ്, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. എക്സാം ഡേറ്റ് 10 സെപ്റ്റംബർ 25 to 12 സെപ്റ്റംബർ 2025. ഓക്കെ, ഇനി ഇതിൽ 2-3 സംശയങ്ങൾ ഒത്തിരി പേർക്ക് വരുന്നത്, ഈ ഒരു 10, 11, 12 3 ദിവസങ്ങളിലായിട്ട് ഡിഫറെന്റ് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. മുൻപത്തെ അല്ലെങ്കിൽ മറ്റ് റെയിൽവേയുടെ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്കറിയാം. ഓക്കെ, ഡിഫറെന്റ് ഷിഫ്റ്റുകളായിരിക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. 3 ദിവസമാണ് എക്സാംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ എക്സാം സെന്റർ എവിടെയാണ്, അതിന്റെ ഏത് സിറ്റിയിലായിരിക്കും നിങ്ങളുടെ എക്സാംസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഏകദേശം ഒരു 10 days ബിഫോർ, അതായത് എക്സാം ഡേറ്റ് 10 അതായത് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. റെയിൽവേ അപ്ഡേറ്റ് ചെയ്യും. ഹോൾ ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യത്തില്ല. അതായത് നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ്, ഏത് ടൈമിലാണ്, അതായത് ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾക്ക് എക്സാംസ് എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഡേറ്റ് സഹിതം വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് റെയിൽവേ ഒരു 10 ദിവസം മുമ്പേ നിങ്ങൾക്ക് തരും. അതിനുശേഷം ഒരു 4 ദിവസം, എക്സാമിന്റെ 4 ദിവസം മുമ്പ്, അതായത് ഏകദേശം സെപ്റ്റംബർ 6 കൂടിയൊക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ്, അതായത് കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് റെയിൽവേ സാധാരണ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഇതിൽ കുറെ സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതായത് എക്സാം സെന്റർ എവിടെയായിരിക്കും. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കേരള എക്സാംസ് കിട്ടുമോ, ഞാൻ ഭുവനേശ്വറിലാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഖൊരഗ്പൂറാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ബംഗാളിലാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെന്നൈയിലാണ് അപ്ലൈ ചെയ്തത്, നമ്മുടെ എക്സാം സെന്റർ എവിടെയായിരിക്കും സാർ, കേരളത്തിലായിരിക്കുമോ, അല്ലെങ്കിൽ കേരളത്തിൽ എന്റെ ജില്ലയിൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കുറെ ഡൗട്ട്സുകൾ നിങ്ങൾക്കുണ്ട്. അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ആ ഒരു കാര്യത്തെ പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്താ പറയാ, എക്സാം ഷെഡ്യൂളിൽ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്. അതായത് പലർക്കും ഈ ഒരു ഡേറ്റിൽ സെപ്റ്റംബർ 10 ആ ഒരു ഡേറ്റുകളിൽ മറ്റൊരു എക്സാംസ് ടൈം ടേബിൾ വന്നിട്ടുള്ളത് കൊണ്ട്, അതായത് AWES എന്ന് പറയുന്ന എക്സാമിന്റെയും വേറൊരു എക്സാമിന്റെയൊക്കെ ഡേറ്റ് കിടക്കുന്നതുകൊണ്ട് റെയിൽവേ ഈ എക്സാമിന്റെ ഡേറ്റ് ഷെഡ്യൂൾഡ് ചെയ്യൂ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് അവരുടെ ഡിസിഷനാണ്. അത് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഡിസിഷനാണ്. അങ്ങനെയാണെങ്കിൽ അവരത് മുൻകൂട്ടി പറയുന്നതായിരിക്കും. നിലവിൽ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നെ വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അവര് ഈ ഒരു ഡേറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കേരളത്തിന് സംഭവിച്ച പോലെ ചിലപ്പോൾ രണ്ടാമതൊരു വിചിന്തനം ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യാം, ഡേറ്റ് മാറ്റാം. പക്ഷെ നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട. നമുക്ക് ഇനി 1 മാസം കറക്റ്റ് ആയിട്ടുണ്ട്, ധാരാളമാണ്. 1 മാസം മതി. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും. ബാക്കിയുള്ള എടുക്കാനുള്ള പോർഷൻസ്, റിവിഷൻസ് കാര്യങ്ങളെല്ലാം ഈ 1 മാസം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സെന്റർ എവിടെയായിരിക്കും എന്നുള്ളത് അത് നിങ്ങൾ മുൻപേ ഞാനൊരു ഇത് വിളിച്ച സമയത്ത് തന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. റെയിൽവേ ഇപ്പോൾ പുതിയ മാനദണ്ഡങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ പോളിസീസ് അനുസരിച്ച് റെയിൽവേ ഇപ്പോൾ എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ സെന്ററിലേക്കല്ല നിങ്ങൾക്ക് പലപ്പോഴും എക്സാം സെന്റേഴ്സ് തരുന്നത്. നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള അഡ്രസ്സ്, നമ്മുടെ ലോക്കൽ അഡ്രസ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സിറ്റികളിലാണ്.
സ്റ്റേറ്റിലാണ് നമുക്ക് എക്സാം സെന്റർ അവൈലബിൾ ആക്കി തരുന്നത്. അത് പ്രത്യേകിച്ച് ഗേൾസിന്, ലേഡീസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് അവരുടെ അഡ്രസ്സിനോട് ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ, മീൻസ് സിറ്റിയോ നിങ്ങളുടെ സ്റ്റേറ്റോ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും റെയിൽവേ എക്സാംസ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ തരുന്നത്. മുൻകാലങ്ങളിൽ റെയിൽവേ ഏതെങ്കിലുമൊക്കെ കോളേജുകൾ CBT, അതായത് ഒരു ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് കോളേജുകൾ റെന്റിന് എടുത്തുകൊണ്ടായിരുന്നു റെയിൽവേ എക്സാംസ് നടത്തിയിരുന്നത്. ഇപ്പൊ റെയിൽവേ അവര് നമ്മുടെ ടാറ്റ കൺസൾട്ടൻസിയുമായിട്ടൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഓൺ സെന്റേഴ്സുകൾ, അത് പല കോളേജുകളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ റെയിൽവേയുടേതായിട്ടുള്ള സ്വന്തം സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അത് ടാറ്റ കൺസൾട്ടൻസിയാണ് അത് നോക്കി നടത്തുന്നത്. അപ്പൊ അവർക്കാണ് എക്സാം നടത്താനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സെന്റേഴ്സിലാണ് എക്സാംസ് ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റി, നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് യോജിച്ചു വരുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും നിങ്ങളുടെ എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി ആർക്കും ഒരു ഡൗട്ട്സും സംശയവും ടെൻഷനും വേണ്ട, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സാം പാറ്റേണെ കുറിച്ചാണ്. എക്സാം പാറ്റേണെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ RRB റെയിൽവേ ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാം പാറ്റേൺ അല്ലെങ്കിൽ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്ട് ഒന്നിനും, അതായത് PRTക്കോ TGTക്കോ PGTക്കോ ഒരു സെപ്പറേറ്റ് സിലബസ് ഇല്ല. ഇതിന് മൂന്നിനും ഏകദേശം സെയിം ആയിട്ടുള്ള സിലബസ് ആണ്. പിന്നെ ആർട്സ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ആർട്സ്, മ്യൂസിക്, ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഇങ്ങനെ പോകുന്ന പോസ്റ്റുകളിലൊക്കെ സെപ്പറേറ്റ് സിലബസും ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് PSC. ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് സെപ്പറേറ്റ് സിലബസ് ഉണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള PRT പ്രൈമറി റെയിൽവേ ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇതിനൊക്കെ കോമൺ സിലബസ് ആണ്. അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്, വ്യത്യാസം എന്ന് പറയാൻ പറ്റത്തില്ല, PRTക്ക് മാത്രമാണ്. PRTയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പൊ LP UPക്ക് പഠിക്കുന്ന അതേ ഗ്രേഡിലുള്ള സൈക്കോളജി ഏരിയാസ് ആണ് അവിടെ, അതായത് പ്രൊഫഷണൽ എബിലിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പൊ കോമൺ ആയിട്ട് ഇത് മൂന്നിന്റെയും സിലബസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് എന്നുള്ളത് തന്നെ ഞാൻ പറയാം. സെയിം ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ഏരിയ ആണ്. ഈ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി, പെഡഗോജി, ഫിലോസഫി, എഡ്യൂക്കേഷൻ എല്ലാം കൂടി ചേർന്ന് വിത്ത് കറണ്ട് അഫയേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള പോർഷൻസ് ആണ് 50 മാർക്കിന് ചോദിക്കുന്നത്, 50 മാർക്കിന് ചോദിക്കുന്നത്. പിന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ സയൻസ് പ്ലസ് ജനറൽ സോഷ്യൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതർ ടോപ്പിക്സുകൾ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ കൾച്ചർ, അങ്ങനെ എല്ലാത്തിനും കൂടി ചേർത്തിട്ട് 15 മാർക്കാണ്. നെക്സ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15 മാർക്ക്, മാത്തമെറ്റിക്സ് 10 മാർക്ക്, ജനറൽ സയൻസ്. അപ്പൊ ഞാൻ ജനറൽ അവയർനെസിന്റെ കൂടെയാണ് ഞാൻ ജനറൽ സയൻസ് കൂട്ടി പറഞ്ഞത്. ജനറൽ സയൻസ് ഇവിടെ ഇവിടെയുള്ള ജനറൽ സയൻസ് വരുന്ന ജനറൽ സയൻസ് ഇവിടെയാണ് 10 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എന്ന് പറയുന്ന PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ജനറൽ സയൻസ് 10 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട്. ജനറൽ അവയർനെസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഏരിയ 15 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പം ഇതിലൊക്കെ വരുന്ന പ്രൊഫഷണൽ എബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, PRTക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. PRTക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിലബസ് അതിനെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് പഠിക്കാൻ. എന്താണ് എക്സ്ട്രാ, എന്താണ് കുറച്ച് പഠിക്കേണ്ടതെന്നുള്ളത്. അതായത് TGTക്കും PGTക്കും പഠിക്കുന്ന സൈക്കോളജി, പെഡഗോജി, ഫിലോസഫിയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നുള്ളത് PRT സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ വ്യത്യാസമൊന്നുമില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് അഡീഷനും ഡിലീഷനും ഉണ്ട്, അത്രയേ ഉള്ളൂ അവിടെ വരുന്ന കാര്യം. എക്സാം പാറ്റേണിന്റെ കാര്യം. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. KVSനെ പോലെയല്ല 1/3 എന്ന് പറയുന്ന നമ്മുടെ PSCയെ പോലെ, അതായത് നിങ്ങൾക്ക് ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം 3 ആൻസർ 3 റോങ് ആയി മാറിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്കല്ല നഷ്ടപ്പെടുന്നത്, എല്ലാവരും ഓർക്കേണ്ടത്. നിങ്ങൾക്ക് 3 തെറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, ആ 3 ക്വസ്റ്റ്യന്റെ മാർക്ക് 3 മാർക്കും പോവും, പ്ലസ് 1 നെഗറ്റീവ്, അങ്ങനെ ടോട്ടല് 4 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ നെഗറ്റീവ് വരാതെ സൂക്ഷിച്ച് എഴുതുക. നെഗറ്റീവ് എഴുതുകയും ചെയ്യരുത്. 101%, 100 അല്ല 101% അറിയാന്നുള്ളത് മാത്രം ആൻസർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എക്സാം പാറ്റേണിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ പ്രോസസ് ആണ്. അതും നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. എന്നാലും ഞാനിവിടെ ഒന്നും കൂടി ഈ അവസാന ഘട്ടത്തിൽ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഇതിന്റെ എന്താ പറയാ സെലക്ഷൻ പ്രോസസ് എന്നുള്ളത് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്കറിയാം
100 മാർക്കിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ CBT 50 മാർക്കിന്റെ പ്രൊഫഷണൽ എബിലിറ്റിയും 50 മാർക്കിന്റെ ജനറൽ പോർഷൻസ് കൂടെ ചേർത്തിട്ടുള്ള 100 മാർക്കിന്റെ CBT ആണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. 90 മിനിറ്റ് 100 മാർക്കിൽ അല്ലെ, സോറി, അത് നോർമൽ 90 മിനിറ്റും ദിവ്യാംഗനർക്ക് 120 മിനിറ്റുമാണ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് മാർക്കിംഗ് ഞാൻ പറഞ്ഞു. എലിജിബിലിറ്റി എന്താണ്? സെലക്ഷൻ പ്രോസസ്സ്, അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിക്ക് 40%, അൺറിസർവ്ഡ് EWS കാറ്റഗറിന് 100ൽ 40 മാർക്ക് വാങ്ങിയാൽ മതി നിങ്ങൾക്ക് സെക്കൻഡ് ടയറിലേക്ക് കിടക്കാം. അതായത് രണ്ടാമത്തെ ഒരു ടയർ ഉണ്ട്, അത് നമ്മൾ TAT എന്നാണ് പറയുന്നത്, ടീച്ചർ എബിലിറ്റി ടെസ്റ്റ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടയർ കിടക്കണമെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ളവരും EWSഉം 40% മാർക്ക് അച്ചീവ് ചെയ്യണം. 100ൽ 40 മാർക്ക്. OBC ആൻഡ് NCL, OBC എന്ന് പറയുന്നത് നോർമൽ OBC ഉണ്ട്, അല്ലാതെ NCL നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വെച്ച് അയച്ചവരും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും 30%, 100ൽ 30 മാർക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. 100ൽ 30 മാർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തത് SC/ST കാറ്റഗറിക്കും ഇതേ സെയിം, സോറി, SCക്ക് 30%, SCക്ക് 30% വേണ്ടത്. SCക്ക് 30%, STക്ക് 25%. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അൺറിസർവ്ഡ് ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, ഇതിലൊക്കെ PW ഉണ്ടെങ്കിൽ PWBD, അതായത് ദിവ്യാംഗരൻ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു 2% റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു SCയിലെ വികലാംഗനാണെങ്കിൽ 28 മാർക്ക് മതി, STയിലെ വികലാംഗനാണെങ്കിൽ 23 മതി. OBC ആണ് ദിവ്യാംഗനാണെങ്കിൽ 28 മതി. ഇനി അൺറിസർവ്ഡ് ആയിട്ടുള്ള EWS ആയിട്ടുള്ള ഒരു ദിവ്യാംഗനാണെങ്കിൽ 38 മാർക്ക് മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ, സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. അപ്പം ജസ്റ്റ് അൺറിസർവ്ഡിന് 100ൽ 40 മാർക്ക് മതി. കേരള PSC പോലെ ഹൈ കട്ട് ഓഫിലേക്ക് നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല സെക്കൻഡ് ടയറിലേക്ക് വരാനായിട്ട്. ഓക്കെ, OBC ആണെങ്കിൽ 30%, 30 മാർക്ക് മതി. SC ആണെങ്കിൽ 30 മാർക്ക് മതി. ST ആണെങ്കിൽ 25 മാർക്ക് മതി. ഓക്കെ, ആലോചിച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഇത്രയും മിനിമം ആണ്, നിങ്ങൾ കട്ട് ഓഫ് കടക്കാനുള്ള മാർക്കാണ് പറയുന്നത്. പക്ഷെ ലാസ്റ്റ് ടാറ്റും കൂടി ചേർത്തിട്ട് ഫസ്റ്റ് ടയറിന്റെ അല്ലെങ്കിൽ ഈ 100 മാർക്കിന്റെ CBT കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങളൊരു ഹൈ റാങ്കിങ്ങിലേക്ക് അവസാനം വരണമെങ്കിൽ നിങ്ങൾ ഈ കട്ട് ഓഫ് കടന്നാൽ പോരാ. 40% എന്ന് പറയുന്നത് 80% മാറ്റണം. 30 എന്ന് പറയുന്നത് 60 ആക്കണം കേട്ടോ. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, കുറച്ച് പോസ്റ്റ് ആണുള്ളത്. ഓക്കെ, ഇനി വെയിറ്റേജ് എങ്ങനെയാണ് ലാസ്റ്റ് 100% ടോട്ടൽ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ ടാറ്റ് ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതിന് 15%, ടീച്ചർ എബിലിറ്റി ടെസ്റ്റിന് 15%, CBTക്ക് 85% മാർക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് സോറി, ടാറ്റിന്റെ ഓക്കെ ടീച്ചർ എബിലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചർ എബിലിറ്റി ടെസ്റ്റിൽ ടീച്ചിങ് എബിലിറ്റി, മെത്തഡോളജി, കണ്ടന്റ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം മാനേജ്മെന്റ്, ക്രിയേറ്റിവിറ്റി, ലീഡർഷിപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സെപ്പറേറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ട്. 150 മാർക്കിനാണ് കേട്ടോ, 150 മാർക്കാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ചോദിക്കുന്നത്. ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചിങ് എബിലിറ്റി, മെത്തഡോളജി, കണ്ടന്റ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇന്റർവ്യൂ സെക്ഷൻ ആണെന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ അത് നിങ്ങളോട് ഡെമോ ക്ലാസ് ആവശ്യപ്പെടും. ഇന്റർവ്യൂവിന് ഡെമോ ക്ലാസ് ചിലപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ അല്ലാതെയുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ മൊത്തത്തിൽ 150 മാർക്കിനാണ് ചോദിക്കുന്നത്. പക്ഷെ 150 മാർക്കിൽ നിങ്ങൾ 50% മാർക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മുടെ CBT 100 മാർക്കിനുള്ള CBTയിൽ നിന്ന് 85% ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കുന്നത്. രണ്ടാമത്തെ ടാറ്റിൽ നിന്ന് സെക്കൻഡ് ടയറിൽ നിന്ന് എടുക്കുന്നത് 15%. ഇതിനെ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് 100% മാറ്റിയിട്ട് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത്, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 50% എന്ന് പറയുമ്പോൾ 150ന്റെ 50% എന്ന് പറയുമ്പോഴത്തേക്ക് 100ല് 15, 50ല് 7.5, അതായത് 22.5 മാർക്ക് മതി നിങ്ങൾക്ക് പാസ് ആവാനായിട്ട്. അത്ര മാർക്ക് മതി. അപ്പൊ അത്രയും സിമ്പിൾ ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ബാക്കി
നമ്മുടെ മ്യൂസിക് ടീച്ചറിനും ക്രാഫ്റ്റ്സും ഡ്രോയിങ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സിലബസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി പല തവണ പല വീഡിയോസിലായിട്ടും ക്ലാസ് ആയിട്ടും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവസാന നിമിഷമൊന്നുമല്ല, ഒരു മാസം എന്ന് പറയുന്നത് ഇതില് കൂടുതലാണ്. നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക് കണ്ടന്റ് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, LP UP എഴുതിയവരാണ്, HS എഴുതിയവരാണ്, HSST എഴുതിയവരാണ്. അധികം ഒന്നും നോക്കാനായിട്ടില്ല, ജസ്റ്റ് റിവിഷൻ മാത്രം മതി. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് തന്നെ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം CTET ഒക്കെ ഉള്ളവരും PG പ്ലസ് B.Ed ഉള്ളവരൊക്കെ അടുത്ത KVS എക്സാമിന്റെ രീതിയിലേക്ക്, KVS NVS CMRS എന്ന എക്സാമിലേക്ക് കടന്നു വരികയും വേണം. ഓക്കെ, അപ്പൊ അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.